ഹായ് കൂട്ടുകാർ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 2025 രണ്ടാം ക്ലാസ്സിൻ്റെ വാർഷിക പരീക്ഷ അൽ കിതാബത്ത് നടന്നതിൻ്റെ ചോദ്യപേപ്പറുമായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. നമുക്ക് ചോദ്യങ്ങളൊക്കെ നോക്കി ഉത്തരങ്ങളൊക്കെ മനസ്സിലാക്കാം. അപ്പോൾ നമ്മൾ മുൻ വർഷത്തെ ചോദ്യപേപ്പറുകളൊക്കെ ഇതുപോലെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലൊക്കെ വന്നതൊക്കെ മനസ്സിലാക്കണം. നമുക്ക് ഏതക്ഷരങ്ങളും ഇതുപോലെ പദങ്ങൾ നിർമ്മിക്കാൻ വരാം. അപ്പോൾ ഇതിൽ വന്ന അക്ഷരം തന്നെ ആയിരിക്കണം എന്നില്ല. അപ്പോൾ നമ്മൾ അറബി അക്ഷരങ്ങളിൽ നിന്നുള്ള അറബി മലയാള അക്ഷരങ്ങളിൽ നിന്നുള്ള എല്ലാ അക്ഷരങ്ങളും വെച്ചിട്ട് നമ്മൾ ഓരോ പദങ്ങൾ വീതം കുട്ടികൾക്ക് ഉണ്ടാക്കാൻ എഴുതാനൊക്കെ പ്രാക്ടീസ് കൊടുക്കുക. അപ്പോൾ നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ആദ്യം ഇവിടെ നമുക്ക് ആ എന്നാണ് വന്നത്. അപ്പോൾ നമുക്ക് അവിടെ എന്ത് ചെയ്താം? ആന, ആന. അപ്പോൾ അവിടെ ഫതഹ ഇടുന്നതിന് പകരം ഒരു കട്ടിയിലുള്ള മദ്ദാണ് അല്ലേ ഇങ്ങനെ എഴുതുന്ന. അപ്പം ആന, ആന. ഇനിയോ പോ, എന്താണ്? പോയി. ഇതെഴുതുക. പിന്നെ യ, പോയി എന്ന് എഴുതാം. പിന്നെ ചാ, എന്താണ്? ചാ വെച്ചിട്ട് എന്ത് എഴുതാം നമുക്ക്? ചാക്ക്. ചാ അവിടെ ഉണ്ട്. കാഫ് എഴുതുക. ചാക്ക്. അത് ചേർത്തിട്ട് എഴുതട്ടാ. ഞാൻ അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് മനസ്സിലാവാൻ എഴുതിയെന്നുള്ളൂ. ചാക്ക്. പിന്നെ ഡ, ഡ വെച്ചിട്ടാ അട, അട. പിന്നെ ഗ, ഗ വെച്ചിട്ട് മുഖം, മുഖം, മുഖം. അങ്ങനെ എഴുതാ, മുഖം. പിന്നെ ഴ, ഴ വെച്ചിട്ടാ മഴ, ഴ, മഴ. 3 പുള്ളി വേണം കേട്ടോ, മഴ. അപ്പോൾ അതൊക്കെ നമുക്കിതുപോലെ അക്ഷരങ്ങൾ, ഇതുപോലെ നമ്മൾ പഠിച്ച അക്ഷരങ്ങൾ ഏതും വരാം. നമുക്കതൊക്കെ വെച്ചിട്ട് വേർഡ്സ് എഴുതാൻ കഴിയണം, മനസ്സിലാക്കുക. ഇനി വാചകം നിർമ്മിക്കാനാണ്. വാക്യം നിർമ്മിക്കണം. എന്താണ്? ഞാൻ വരണം. അതിൽ എന്താണ്? ഞാൻ മദ്രസയിൽ പോയി, ഞാൻ ഉമ്മയുടെ കൂടെ പോയി. അങ്ങനെയൊക്കെ നമുക്കിവിടെ വാചകം ഞാൻ അതിൽ ഉൾപ്പെടണം. അങ്ങനെ എഴുതുക. പിന്നെ വന്നു, എന്താണ്? ഉസ്താദ് വന്നു, ഉമ്മ വന്നു. അങ്ങനെയൊക്കെ നമുക്ക് എഴുതാം. പിന്നെ ചോദിച്ചു, ഉമ്മ ചോദിച്ചു, ഉമ്മ ചോദിച്ചു, ഉപ്പ ചോദിച്ചു, കൂട്ടുകാർ എന്നോട് ചോദിച്ചു. അങ്ങനെ നമുക്ക് എഴുതാം. അപ്പോൾ അതിൽ വേർഡ്സ് ചോദിച്ചു എന്ന വാക്ക് അതിൽ വരണം. പിന്നെ കൊടുത്തു, എന്താണ്? പേന കൂട്ടുകാരന് കൊടുത്തു. പിന്നെ ഉസ്താദിന് മിഠായി കൊടുത്തു, കൂട്ടുകാർക്ക് മിഠായി കൊടുത്തു. എന്ത് വേണമെങ്കിലും എഴുതാം. നമ്മൾ കൊടുത്തു എന്നതിൽ മതി കേട്ടോ. പിന്നെന്താണ്? ഇതുപോലെ എന്തും വരാം, നമ്മൾ പഠിച്ച എന്തും കേട്ടോ. ഭംഗി, സുഗന്ധം. അപ്പോൾ അതൊക്കെ നമുക്ക് വെച്ച് സുഗന്ധമുള്ള പൂക്കൾ, ഭംഗിയുള്ള പൂക്കൾ ഒക്കെ എഴുതാം. അടുത്ത ഇനി ഹർക്കത്തുകൾ ഇട്ട് കൊടുക്കാനാണ്. ഹർക്കത്തുകൾ നമ്മൾ അല്ലാഹുമ്മ ഫ്തഹ്ലി അബ്വാബ റഹ്മത്തിക, പള്ളിയിലേക്ക് കയറുമ്പോഴുള്ള ദിക്ർ. അല്ലാഹുമ്മ ഫ്തഹ്ലി. അപ്പോൾ അല്ലാഹു മ ഫ് ത, അല്ലാഹുമ്മ ഫ്തഹ്ലി ലീ അബ്വാബ, അബ്വാബ റഹ്മത്തിക, റഹ്മത്തിക. അങ്ങനെ ഓരോരോ ഹർക്കത്തുകളും നമ്മൾ പറഞ്ഞു നോക്കിയിട്ട് അതിൻ്റെ കൂടെ ഇട്ട് പഠിക്കണം. അപ്പോൾ അതുപോലെ തന്നെ അസ്സലാത്തു ഹൈറു മിനന്നൗം, അസ്സലാത്തു ഹൈറു മിനന്നൗം. മനസ്സിലായില്ലേ? അങ്ങനെ മനസ്സിലാക്കണം. പിന്നെ എന്താണ്? കുലിൽ ഹക്കു വലൗ കാന മുറ, കുലിൽ ഹക്കു വലൗ കാന മുറ. അതുപോലെ പിന്നെ ഇർഹമു മൻഫിൽ അർള്, ഇർഹമു മൻഫിൽ അർള്. അതൊക്കെ അതുപോലെ ഹർക്കത്തുകൾ നൽകുക. ഇതൊക്കെ നമുക്ക് ഓർഡർ തെറ്റിച്ച് തരും ശരിയാക്കി എഴുതാനൊക്കെ കേട്ടോ. മൻഫി ഇർഹമു അർള് എന്നിട്ട് ശരിയാക്കി എഴുതി കൊടുക്കുക. ഇർഹമു മൻഫിൽ അർള് എന്ന്. അതുപോലെ തന്നെ വലൂക്കാന, കുലിൽ, മറ, ഹക്ക് അങ്ങനെ വേർതിരിച്ച് തരും. എന്നിട്ട് നമ്മൾ ഓർഡർ ശരിയാക്കി എഴുതുക. അതൊക്കെ വരാം. അപ്പോൾ ഇതേപോലുള്ള വേർഡ്സുകളൊക്കെ നമുക്ക് ശരിയാക്കി എഴുതാൻ കഴിയുന്ന രീതിയിൽ പറഞ്ഞ് പഠിക്കുക. അപ്പോഴാണ് നമുക്കത് ഓർഡറാക്കി എഴുതാനും കഴിയുള്ളൂ. ഇനി പൂരിപ്പിക്കാനാണ്. സുബ്ഹാന ഡാഷ് അയല വബിഹംദിഹി, സുജൂദിൽ ചൊല്ലുന്ന ദിക്ർ. സുബ്ഹാന റബ്ബിയൽ അയല വബിഹംദിഹി. അടുത്ത കഅബ നമ്മുടെ കിബിലയാണ്, കഅബ നമ്മുടെ കിബിലയാണ്.
റബ്ബിർഹംഹുമാ കമാ റബ്ബയാനി സ്വഗീറ. അടുത്തതാ നന്മ ചെയ്തവർക്ക് ഡാഷ് ലഭിക്കും. നന്മ ചെയ്തവർക്ക് ഡാഷ് ലഭിക്കും. എന്താണ്? നന്മ ചെയ്തവർക്ക് സ്വർഗം ലഭിക്കും, തിന്മ ചെയ്തവർക്ക് നരകവും ലഭിക്കും. തിന്മ ചെയ്തവർക്ക് നരകവും ലഭിക്കും. ഇതൊക്കെ നമ്മൾ പഠിക്കണം കേട്ടാ. ഇനി നമുക്ക് ക്രമത്തിലാക്കി എഴുതാനാണ്. ഇത് തെറ്റിച്ച് തന്നിട്ടുണ്ട് ഇവിടെ. കുനൂത്തിൽ നിന്നുള്ള ഭാഗമാണ് ഇത്. അതുപോലെ നമ്മൾ പഠിച്ച ഓരോ ഭാഗങ്ങൾ വന്നിട്ടുണ്ട്. അല്ലാഹുമ്മ ഹിദിന ഫീമൻ ഹദൈത് എന്നാണ്. അല്ലാഹുമ്മ ഹിദിന 1 2 3 4 അങ്ങനെ ഓർഡറിലാക്കിയിട്ട് എഴുതണം. പിന്നെ അല്ലാഹുമ്മ വസല്ലിം അലാ മുഹമ്മദ് എന്താണ്? അല്ലാഹുമ്മ സല്ലി വസല്ലിം 2 3 4 അല്ലാഹുമ്മ സല്ലി വസല്ലിം അലാ മുഹമ്മദിൻ എന്നാണ്. ഇനിയാ അല്ലാഹുമ്മ ഉഫിർലി ദുനൂബി. അല്ലാഹുമ്മ ഉഫിർലി 3 4 അല്ലാഹുമ്മ ഉഫിർലി ദുനൂബി. പിന്നെ ജാബിറുൻ ആയിഷത്തുൻ വലതുൻ ഉമ്മുഹുൻ. എന്തേതാ നമുക്കവിടെ? ജാബിറുൻ വലതുൻ 2. പിന്നെ ഉമ്മുഹു ആയിഷ. ഉമ്മുഹു ആയിഷ 4 നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. ഉമ്മ ആയിഷയാണ്. ജാബിറുൻ വലതുൻ ജാബിർ കുട്ടിയാണ്. ജാബിർ കുട്ടിയാണ്, അവൻ്റെ ഉമ്മ ആയിഷയാണ്. അപ്പം അത് മനസ്സിലാക്കട്ടാ. ഇനി എന്താണ്? നോക്കി എഴുതാൻ. അപ്പോൾ ഇവിടെയൊക്കെ പകർത്തി എഴുതുക. എപ്പോഴും ദുആ ചെയ്യണം. എപ്പോഴും ദുആ ചെയ്യണം. മാതാപിതാക്കളെ അനുസരിക്കണം. അല്ലാഹു തആലയാണ് സൃഷ്ടാവ്. വക്കിനീ ഷറമാ ഖളീത്. അതുകൊണ്ട് പകർത്തി എഴുതിയാൽ മതി. ഇനി നമുക്ക് ശരിയായത് തിരഞ്ഞെടുക്കാനാണ്. ഇവിടെ സ്വലാത്ത് എന്ന് 3 രീതി തന്നിട്ടുണ്ട്. ഇതിലേതാ ശരിയായത്? സ്വലാത്ത് എന്നത് ഇതാണ് ശരി, സ്വലാത്ത്. അടുത്തതോ ഫാത്തിഹ. ഫാത്തിഹ ഇതിലേതാണ് ശരിയായത്? ഏതാണ്? ഫാത്തിഹ എന്നത് 1ാമത്തെ ഇതാണ് ശരി, ഫാത്തിഹ എന്നത് കേട്ടോ. അടുത്തതാ അത്ഭുതം. അത്ഭുതം എന്നത് ഏതാണ് ശരി? അത്ഭുതം. അത്ഭുതം ഈ 2ാമത്തതാണ് ശരിയായത്. അപ്പം അതൊക്കെ മനസ്സിലാക്കി പഠിക്കണം. ഇതുപോലെ നമ്മൾ പാഠത്തിൽ പഠിച്ച സത്യവിശ്വാസി, പിന്നെ അതുപോലെ സ്വർഗം, പ്രാർത്ഥിച്ചു, ശുദ്ധി, അങ്ങനെ കുറേ വേർഡ്സുകളുണ്ട് നമുക്ക് പെട്ടെന്ന് അക്ഷരങ്ങൾ മനസ്സിലാക്കാത്ത വേർഡ്സുകൾ. അപ്പോൾ അതൊക്കെ ഇതേപോലെ എഴുതാൻ വരും. അതൊക്കെ ഓരോ പാഠത്തുനിന്നും മനസ്സിലാക്കിയിട്ട് എഴുതുക. സുഗന്ധം. അപ്പം അങ്ങനെയുള്ള വേർഡ്സുകളൊക്കെ എല്ലാ പാഠത്തുനിന്നും അണ്ടർലൈൻ ചെയ്ത് മനസ്സിലാക്കി പഠിക്കുക. അപ്പോൾ നമുക്ക് ഇത്രയാണ് ഈ ചോദ്യപേപ്പറിൽ വന്നത്. അപ്പോൾ ഇതുപോലെ മറ്റു ചോദ്യപേപ്പറുകളൊക്കെ എല്ലാവരും ഉപകാരപ്പെടുത്തുക. വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്തെടുക്കുക. നമുക്ക് അടുത്ത ചോദ്യപേപ്പറുമായി അടുത്ത വീഡിയോയിൽ കാണാം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.